നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. റവ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 കപ്പ് പാല്, സാധാ പശുവിൻ പാലാണ്, പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇനി വേണ്ടത് ശർക്കരപ്പാനി, 250 ഗ്രാം ശർക്കര കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. മൊത്തത്തിൽ 1 കപ്പ് ആക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് ഒരു നേന്ത്രപ്പഴം, നല്ല വലിയ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയെടുക്കുക. എന്നിട്ടൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയുടെ കൂട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ഏലക്ക ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഞാൻ 1 കപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ആക്കി എടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ആക്കിയെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മൾ ചേർത്തിട്ടുള്ള ശർക്കരപ്പാനി അതുപോലെ പാല് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ്. ഇനി ഇതിലോട്ട് ചെറിയ ജീരകം അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ തേങ്ങാക്കൊത്ത് മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ചേർക്കുന്ന ഒരു വീഡിയോ ഒക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചിട്ട് ചെറിയ ജീരകം അതുപോലെ തേങ്ങാക്കൊത്തും കൂടെ മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചട്ടി ചൂടാവാൻ വെക്കാം. ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലാവുമ്പോൾ ഒന്നും കൂടെ നല്ല ഒരു മുരിഞ്ഞ് വരുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം. അപ്പോൾ ഇതിലോട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു പകുതിയോളം എണ്ണയാണ് കേട്ടോ ഈ ഒരു കുഴിക്കകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു ചട്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടാലും മതി. ഇതിപ്പോൾ ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. ഇരുമ്പ് ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും അടിഭാഗമൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒരു സൈഡൊക്കെ കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ സൈഡും കൂടെ കുക്കായി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, അപ്പം നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.